എന്താണ് ഒരു ഓയിൽ ഫിൽഡ് സബ്മേഴ്സിബിൾ പമ്പ്? മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഹീറ്റ് ജനറേറ്റ് ആവും. ആ ഹീറ്റ് സമയത്ത് അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മോട്ടോർ വൈൻഡിങ് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു സബ്മേഴ്സിബിൾ പമ്പിന്റെ ഉള്ളിൽ ഒരു കൂളിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓയിൽ ഫിൽഡ് പമ്പ്. എന്ത് ടൈപ്പ് ഓയിലാണ് ഈ സബ്മേഴ്സിബിൾ പമ്പിൽ ഉപയോഗിക്കുന്നത്? ഒന്നാമതായിട്ട് ഇതിന്റെ ഗ്രേഡ് SI 10A എന്നാണ് അതിന്റെ ഗ്രേഡ്. അതായത് അത് ഫുഡ് ഗ്രേഡഡ് മിനറൽ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരു ഓയിലാണ്. ഓയിൽ ഒഴിക്കുന്നതുകൊണ്ട് എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ്? ഒന്നാമതായിട്ട് ഓയിൽ ഫിൽഡ് സബ്മേഴ്സിബിളിനകത്ത് അത് ബെയറിംഗ് ആണ് ഉപയോഗിക്കുന്നത്, അതിന് ലൂബ്രിക്കേഷൻ നടക്കും. രണ്ടാമതായിട്ട് ഇതിനകത്ത് ഒരു കൂളിംഗ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യും. മൂന്നാമതായിട്ട് വൈൻഡിങ്ങിനുള്ളിൽ എന്തെങ്കിലും രീതിയിലെ സ്പാർക്കുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊരു ഇൻസുലേറ്റർ ആയിട്ട് നിന്ന് കൂടുതലായിട്ടുള്ള ഫയറിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്യും. ഓയിൽ കൂൾഡ് പമ്പിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഓയിൽ കൂൾഡ് പമ്പിൽ ഡബിൾ ബോൾ ബെയറിംഗ്സ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫ്രിക്ഷൻ ലോസ് കുറവാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് ചാർജസും കുറവായിരിക്കും. ഇനി അത് ലോ വോൾട്ടേജിൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യും. ഓയിൽ കൂൾഡ് പമ്പിന്റെ മാത്രം പ്രത്യേകതയാണ് അത് നമുക്ക് എനി ആംഗിളിൽ സെറ്റ് ചെയ്യും. അതായത് അത് ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ അതുപോലെ നമുക്ക് എങ്ങനെ വേണോ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഓയിൽ കൂൾഡ് പമ്പ് എന്ന് പറയുന്നത് വാട്ടർ കൂൾഡ് പമ്പിനെക്കാളും എപ്പോഴും പ്രൈസ് കുറവായിരിക്കും. ഒരു ഓയിൽ കൂൾഡ് പമ്പില് അതിന്റെ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ റേഷ്യോ കുറവായിരിക്കും. ചെറിയ HP സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിന്റെ ആവശ്യമില്ല, ഈസി ആയിട്ട് അത് വർക്ക് ചെയ്യും. ഓയിൽ കൂൾഡ് പമ്പിന്റെ ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ എന്തെങ്കിലും റിപ്പയർ വന്നു കഴിഞ്ഞാൽ റിപ്പയർ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യന് മാത്രമേ ഇത് എപ്പോഴും ഇത് റിപ്പയർ ചെയ്യാനും പറ്റുള്ളൂ.